ഈ സന്ധ്യാരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ദിനംതോറും അനുഗ്രഹീതമായി പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നൊക്കെയും അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത് ഈ സന്ധ്യ വരെയും കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. തിരുസന്നിധിയിൽ ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ആരാധന സുഗന്ധബലിയായി അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹീതരായി തീരുവാൻ അങ്ങയുടെ തിരുസാന്നിധ്യത്തിലൂടെ ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഘോഷിപ്പാൻ അങ്ങയുടെ ദാസനെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. ആകയിൽ ആശ്രയിച്ചടികൾ ആരംഭിക്കട്ടെ. കൃപ കൊണ്ടിരിക്കണമേ. ക്രിസ്തുവിൻ്റെ മഹിമയുള്ള നാമത്തിൽ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 411 ഗീതം നമുക്കൊരുമിച്ച് പാടാം. ഗീതം 411. ഈ സന്ധ്യാവേളയിൽ അല്പസമയം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന യേശുവിനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്കി വന്ന അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അതിന് യേശു, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു. യേശുവോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവാലയത്തിൽ വന്ന് അതുപോലെ ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും. നമുക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാൻ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക് ദൈവാലയത്തിൽ അതുപോലെ പ്രവേശിക്കുവാനായിട്ട് കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കായിട്ട് തന്നെയാണ്. എങ്കിലും ചിലരുടെ ആഗ്രഹങ്ങൾ ഇപ്പോഴും ദൈവാലയത്തിൽ വരണം, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ വഴിപാടുകൾ അർപ്പിക്കണം എന്നൊക്കെ പലരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. അത് ഈ നാളുകളിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഞാനും അച്ഛനും ദൈവാലയത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് ദൈവാലയ മുൻപിൽ വച്ചിരിക്കുന്ന വെള്ളം
സോപ്പ് എന്നിവ ഉപയോഗിച്ച് കൈകാലുകൾ കഴുകി സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് ദൈവാലയത്തിൽ അകലം പാലിച്ച് കയറി വ്യക്തിപരമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വഴിപാടുകൾ അർപ്പിക്കാം. അതിനുള്ള അവസരങ്ങളൊക്കെ ഈ വരുന്ന ശനിയാഴ്ച മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. ദയവായി ഒന്ന് ശ്രദ്ധിക്കുക, അകലം പാലിക്കുക. നിലവിലുള്ള ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പ്രോട്ടോക്കോളുകളും നിങ്ങൾ പാലിച്ചു വേണം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾ പ്രാർത്ഥിക്കുവാനും മടങ്ങിപ്പോകുവാനായിട്ടും എന്ന് പ്രത്യേകം ഓർക്കുക. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഈ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ അല്പസമയം ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഈ ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗം തന്നെയാണ്. പ്രാർത്ഥനയിലെ സ്ഥിരതയെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണിത്. കഴിഞ്ഞ ആഴ്ചയും പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം ധ്യാനിച്ചത്. കാരണം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, പ്രാർത്ഥന എന്ന വിഷയത്തിന് ഈ നാളുകളിൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വ്യാധി ഒഴിഞ്ഞു പോകുകയുള്ളൂ. ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതിന് പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. പ്രാർത്ഥനയാലല്ലാതെ മറ്റൊന്നിനും ഈ നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പ്രാർത്ഥനയിലുള്ള സ്ഥിരതയും നമുക്ക് അത്യാവശ്യമാണ്. ഒരു സാധുവായ വിധവ തൻ്റെ കുഞ്ഞുമകൾ വിശന്ന് രാത്രി കരഞ്ഞ് ഉറങ്ങിയത് കണ്ടിട്ട് സഹിക്കുവാൻ കഴിയാതെ ആ അമ്മയ്ക്കും അന്ന് രാത്രി ഉറക്കം വന്നില്ല. ആ അമ്മ വലവിധേനയും നേരം വെളുപ്പിച്ചു അടുത്തുള്ള റൊട്ടിക്കടയിലേക്ക് കടന്നുപോയി. അമ്മ തൻ്റെ സങ്കടം അദ്ദേഹത്തോട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും പങ്കുവെച്ചിട്ട് ആ കടക്കാരനോട് അമ്മ പറഞ്ഞു, എനിക്ക് ഒരു കഷ്ണം റൊട്ടി വേണം, പിന്നെ എൻ്റെ കയ്യിൽ തരുവാനായിട്ട് പൈസയൊന്നുമില്ല, പകരം താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അത് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ. എൻ്റെ കുഞ്ഞുമകൾ ഇന്നലെ രാത്രി അവൾ കരഞ്ഞു കിടന്നാണ് വിശന്നിട്ട് സഹിക്കുവാൻ വയ്യാതെ ഇങ്ങനെ കരഞ്ഞു കിടന്ന് ഉറങ്ങുവാനായിട്ടിടയെ എനിക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല, അതാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു. ഒരു നിരീശ്വരനായ മനുഷ്യനായിരുന്നു ആ റൊട്ടിക്കടക്കാരൻ. അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര ഭാരമുണ്ടോ അത്രയും റൊട്ടി ഞാൻ തരാം. അമ്മ ഒരു പേപ്പർ കഷ്ണം എടുത്ത് ഒരു ചെറിയ പ്രാർത്ഥന എഴുതി ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ നിസാരമായി ഒരു റൊട്ടി എടുത്തു വെച്ചു. പക്ഷേ ആ റൊട്ടിയുടെ വെച്ച തട്ട് അനക്കമില്ല. വീണ്ടും ഒന്നുകൂടെ വെച്ചു, വീണ്ടും ഒന്നുകൂടെ വെച്ചു. 5-6 വെച്ചിട്ടും ആ തട്ട് താഴുന്നില്ല. ഈ മനുഷ്യന് വല്ലാതെ എന്ത് ആണ് ഇത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ മനുഷ്യന് മനസ്സിലായി. ആ മനുഷ്യൻ അമ്മയ്ക്ക് ആവശ്യമുള്ള റൊട്ടി കൊടുത്ത് വിട്ടു. എന്നിട്ട് ആ മനുഷ്യൻ ചിന്തിച്ചു, എന്താണ് ഇതിന് കാരണം? പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ഭാരമുണ്ട് എന്നുള്ള സത്യം ആ മനുഷ്യൻ ഉടൻ തന്നെ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, അവസാനം പറയുന്നത് ആ മനുഷ്യൻ പിന്നത്തേതിൽ ഒരു വിശ്വാസിയായി തീർന്നു എന്നുള്ളതാണ്. നിരീശ്വരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവവിശ്വാസിയും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അധികമായി മുന്നേറുന്നവരുമായി തീർന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി, അവരെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ച ആ ജീവിത അനുഭവങ്ങളാണ് മനുഷ്യനെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നത്. ജീവിതാനുഭവമില്ലാത്ത പ്രാർത്ഥനകൾ അത് വല്ലാത്ത ജൽപ്പനങ്ങളാണ്. ജീവിതാനുഭവം, ആ വേദനയിൽ നിന്നുള്ളതായ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്
എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതല്ല. മറിച്ച് ആ മറ്റുള്ളവരുടെ ഭാരങ്ങളെ സ്വന്തം വേദനകളായിട്ട് എടുക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെന്നല്ല, മറിച്ച് നമ്മുടേതായ ആ സ്ഥാനത്ത് നമ്മൾ ഇറങ്ങി നിന്ന് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കണ്ടിട്ടായാലും സമൂഹത്തിൽ നടക്കുന്ന പ്രയാസങ്ങൾ കണ്ടിട്ടായാലും ആ ഭാഗത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇതെൻ്റെ ജീവിതത്തിനായാൽ എങ്ങനെ എന്നുള്ള ഭാരം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള പ്രാർത്ഥനയ്ക്കാണ് ഇത്രയും വലിയ ഭാരം ഉള്ളത്. പ്രിയമുള്ളവരെ, ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ഭാരമാണ് ഇത്രത്തോളം വേദനയോടെ അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. ഈ സന്ധ്യയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഭാരം എന്ന് പറയുന്നത് ഇത്രമാത്രം ഭാരമാണ്. അത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഉതകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓർക്കുക, ഇന്ന് നാം പാഠമായിട്ട് വായിച്ചു കിട്ട വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കനാന്യ സ്ത്രീ, അതായത് അതിലേക്ക് ഒരുപാട് സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്, ദൈവശാസ്ത്രപരമായ പശ്ചാത്തലമുണ്ട്. ആ നിലകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മൾ നേരിട്ട് അവിടെ നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ വന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ദാവീദ് പുത്ര, എന്നോട് മനസ്സിലാക്കണമേ, എൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരമ്മ. ആ അമ്മയുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ 3 പ്രാവശ്യം യേശു അപേക്ഷ നിരസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 23-ാം വാക്യം, മത്തായി സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് കാണാം. അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്, അവൾ ഇതാ നമ്മുടെ പിറകെ വരികയാണ്, അവൾ പറഞ്ഞേക്കണമേ എന്ന്. അതും യേശു നിരസിക്കുകയാണ്. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ തന്നെ വന്ന യേശുവിനോട് അപേക്ഷിക്കുകയാണ് മകളുടെ സൗഖ്യത്തിന് വേണ്ടി. അപ്പോഴും യേശു അവിടെ നിരസിക്കുകയാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതിലൊക്കെ വളരെ ചരിത്രപരമായ അന്നത്തെ സാമൂഹികമായിട്ട് ഒരുപാട് പശ്ചാത്തലമുണ്ട് നായ്ക്കുട്ടികൾ എന്ന് വിളിക്കുന്നതിനൊക്കെ. പക്ഷെ നമ്മൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ അവൾ അവഗണിക്കപ്പെട്ടവളായിരുന്നു, അവൾ തള്ളപ്പെട്ടവളായിരുന്നു, സമൂഹം അവളെ ഒറ്റപ്പെടുത്തപ്പെട്ടവളായിരുന്നു. പക്ഷേ അവൾക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവിയായിരുന്നു. ആ കേൾവിയാണ് അവളെ യേശുവിൻ്റെ അരികിൽ വന്നാൽ തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടും എന്നവളെ ബോധ്യം കൊടുത്തത്. അത് കൊണ്ട് അവൾ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. പക്ഷേ യേശു അവിടെ തൽക്കാലം നിരസിക്കുകയാണ്. മനസ്സുകൊണ്ടല്ല കർത്താവ് നിരസിക്കുന്നത്, പക്ഷേ അവളുടെ വിശ്വാസം നമുക്ക് അവസാനം പറയുന്നത് കാണാം, നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞാൽ ആ തലത്തിലേക്ക് അവളെ വളർത്തുവാനായിട്ട് യേശു കർത്താവ് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒടുവിൽ അവൾ അതിൽ വിജയിച്ചു. കർത്താവിൻ്റെ ആ പരീക്ഷയിൽ അവൾ വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൾ യേശുവുമായിട്ട് വാഗ്വാദം നടത്തുകയാണ്. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവസാനം വീണ്ടും കർത്താവുകളെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് യേശു കർത്താവിനോട് അവൾ പറയുന്നത്, അങ്ങനെയെങ്കിൽ ഈ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല, പക്ഷേ അതിന് നായ്ക്കുട്ടികൾക്ക് ഈ മേശയ്ക്ക് ചുറ്റും വീഴുന്ന അപ്പമിറക്കുകൾ അത് നായ്ക്കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള അർത്ഥത്തിൽ യേശുവിനോട് അവൾ അവകാശവാദം പുലർത്തുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റേജിലേക്ക് വളരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചാൽ ഉടനെ, ചോദിച്ചാൽ ഉടനെ ലഭിക്കണമെന്നുള്ള ആ ഒരു മനോഭാവമാണ് ഇന്ന് പൊതുവെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓർക്കുക, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. ഒരുപക്ഷെ ചോദിച്ചാൽ ഉടനെ നമുക്ക് ലഭിക്കുന്ന ഒന്നായിരിക്കുകയില്ല. ആ അല്പതാമസമുണ്ടെങ്കിൽ അതിൻ്റെതായ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അത് കാത്തിരിക്കുവാനും ഈ സ്ത്രീയെ പോലെ അത് കർത്താവിനോട് വീണ്ടും അത് ചേർന്ന് നിന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ച് ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കുവാനുള്ള
ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കിട്ടും എന്ന് യേശു അവിടെ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതാണ് എന്ത് യാചിച്ചാലും കിട്ടും എന്നുള്ളത് തെറ്റായി നമുക്ക് വ്യാഖ്യാനിക്കുവാനായി പാടില്ല. കാരണം എന്ത് ചോദിച്ചാലും നമുക്ക് ആവശ്യമുള്ളത് ദൈവം നൽകും, അതുമാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രാർത്ഥന നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അത്യാഗ്രഹങ്ങളും നമ്മൾ ചോദിക്കുന്നത് എന്തും തന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കർത്താവ് തന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്ന ഒരു മീഡിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ അത്യാവശ്യങ്ങള്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നതിനേക്കാൾ നമ്മൾ ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നു. നിശ്ചയമായിട്ടും അത് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് വയ്പ്പിൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനുള്ള ഒരു ആഹ്വാനമാണ് അവിടെ പൗലോസ് നമുക്ക് നൽകുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. അത് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയോടെ അനുഭവിക്കുവാനുള്ള ഒരു മനസ്സ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അന്നോടുള്ള ആഹാരം ചോദിച്ചു വാങ്ങിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാം നമുക്ക് കാണുന്നത് പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ ആ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മുടക്കം കൂടാതെ അനുദിനം ദൈവം നടത്തി നമ്മെ പരിപാലിക്കും. ഈ സ്ത്രീയുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയും തൻ്റെ മകളുടെ സൗഖ്യത്തിന് കാരണമായി തീർന്നു. അവൾ സന്തോഷത്തോടെ മടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഭാരങ്ങൾ നമുക്കുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നെടുവീർപ്പുകളുണ്ട്, നഷ്ടബോധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ആ വേദനയോടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അല്പം എന്തെങ്കിലും ലഭിക്കുവാൻ താമസിക്കാൻ ഓർക്കുക, അത് ഒരുപക്ഷെ വിശ്വാസത്തിൽ നമ്മൾ വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പരിശീലനമാണ്. പരിശീലന കളരിയിൽ നമ്മൾ ആയിരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വളരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ യേശു കനാന്യ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ആഗ്രഹം പോലെ അത് സാധിക്കട്ടെ, അവളുടെ മകൾക്ക് സൗഖ്യമെന്ന് സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഈ സന്ധ്യാവേളയിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് ഏറ്റവും നല്ലവനാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നിശ്ചയമായിട്ടും അത് നൽകും. അത് നേരിട്ടല്ല. നമുക്കറിയാം, ഈ അമ്മ ചെന്ന് റൊട്ടിക്കടക്കാരനോട് ചോദിച്ചപ്പോൾ ആ റൊട്ടിക്കടക്കാരൻ്റെ കൈകളിൽ നിന്നാണ് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അമ്മയ്ക്ക് ലഭിക്കുന്നത്. അമ്മയുടെ രാത്രികാലമുള്ള പ്രാർത്ഥനയുടെ മറുപടി പിറ്റേ ദിവസം രാവിലെ റൊട്ടിക്കടക്കാരൻ്റെ കയ്യിൽ നിന്നാണ് അമ്മ ഏറ്റുവാങ്ങുന്നത്, മകളുടെ വിശപ്പടക്കിയത്. അനേകരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. അത് ഏത് വിധത്തിലാണ് എന്ന് നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ളതെന്ന് ചിന്തിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളായി നമുക്ക് വർത്തിക്കുവാനായിട്ട് സാധിക്കും. 2, ഈ മറുപടി ലഭിക്കാൻ താമസിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇവിടെ കനാന്യ സ്ത്രീയുടെ അനുഭവത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആ തലത്തിലേക്ക് വളരുവാനുള്ള ഒരു അനുഭവം, ഒരു പരീക്ഷയാണ് നമുക്ക് ലഭിക്കുന്ന ചില താമസങ്ങൾ. അതുവരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, കാത്തിരുന്ന് വിശ്വാസത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കാം. മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നമുക്ക് ആയിത്തീരാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അനേകരിലൂടെ ദൈവം ഇന്നും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഈ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് ജീവിപ്പാൻ ഈ സന്ധ്യാവേളയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും അങ്ങയുടെ തിരുസന്നിധിയോട് അടുത്തു വരുന്നു.
കരുണയുള്ള കർത്താവെ, അങ്ങയുടെ നാമത്തിൽ കൂടി വരുമ്പോഴും അങ്ങയുടെ തിരുമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുമ്പോഴും അങ്ങ് ഞങ്ങളെ കേൾക്കുകയും ഞങ്ങൾക്കായി കരുതുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കായ സ്തോത്രം. ലോക ജീവിതയാത്രയിൽ അടിയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ മധ്യേ തളർന്നു പോകാതിരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായി ഞങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമായിരിക്കാൻ സ്തോത്രം. ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ വളരുവാനും ഇന്നത്തെ ചിന്തകളിലൂടെ അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ, സഭയുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, ശാരീരികമായ ബലഹീനതകളിലൂടെ കർത്താവിൻ്റെ സൗഖ്യകര സ്പർശനത്തിനു വേണ്ടി പ്രാർത്ഥനാപൂർവമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന വാർദ്ധക്യ മാതാവിനെ ഓർക്കുന്നു. ഭവനങ്ങളിൽ ബലഹീനരായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ അവരെ താങ്ങി സൗഖ്യമാക്കുന്ന കരസ്പർശനം നൽകി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ യുവ സഹോദരങ്ങളെ ദൈവികാലോചനകളിലൂടെ നയിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിലെ യാതൊരു തരത്തിലുള്ള വ്യാധികളോ ബാധകളോ ആരെയും ബാധിക്കാതെ വണ്ണം അങ്ങയുടെ ദിവ്യമായ ചിറകിൻ്റെ മറവിൽ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ മേഖലകളിലായിരിക്കുന്നവർ തങ്ങളുടെ തൊഴിൽ മേഖലകളിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാൻ കൃപ ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ നാളുകളിൽ പഠിക്കുമ്പോൾ പരിജ്ഞാനത്തിൽ മുതിർന്നു വരുവാൻ ആവശ്യമാർന്ന കൃപകളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠന സംവിധാനങ്ങളെ ഒരുക്കണമേ. തൊഴിൽ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവഹിത പ്രകാരം ഉചിതമായ വഴികളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകാത്മത ആതുര ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് ഡോക്ടേഴ്സായി ശുശ്രൂഷ അർപ്പിക്കുന്നവരെ ഓർക്കുന്നു. മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫായി, ക്ലീനിങ് സ്റ്റാഫായി വിവിധ തലത്തിൽ ശുശ്രൂഷകളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേക കോവിഡുമായി ബന്ധപ്പെട്ട് അവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ മക്കൾ അവിടെ ശുശ്രൂഷ മേഖലകളിലായിരിക്കുമ്പോൾ അങ്ങ് തന്നെ ദിവ്യ പരിപാലനം നൽകണമേ, ദിവ്യ ആവരണം നൽകണമേ. കർത്താവെ, ഒരു ബാധയും ഒരു അണുബാധകളും ആരെയും ബാധിക്കാതെ വണ്ണം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണ വലയത്തിൽ കാത്തുകൊള്ളണമേ. അവരിലൂടെ ശുശ്രൂഷ ഏൽക്കുന്നവർ സൗഖ്യം പ്രാപിച്ച് ദൈവ മഹത്വം ദർശിപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധ പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ കരങ്ങളിൽ അർപ്പിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായ ശുശ്രൂഷനെയും കുടുംബത്തെയും സഭ കമ്മിറ്റി അംഗങ്ങളെയും സംഘടനാ പ്രവർത്തകരെയും കപ്പ്യാരെയും എല്ലാം ദൈവകരങ്ങളിൽ അർപ്പിക്കുന്നു. വിവിധ തലങ്ങളിലൂടെ അവർ ചെയ്യുന്ന ശുശ്രൂഷ സഭയുടെ ആത്മീക ഭൗതിക വളർച്ചയ്ക്ക് ഉതകുവാൻ സഹായിക്കണമേ. ദേശത്തിൽ കർത്താവെ, ഞങ്ങളുടെ മക്കൾ കഴിയുമ്പോൾ സമൂഹത്തിന് മാതൃകയോടെ സാക്ഷ്യത്തോടെ നിലനിൽപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രദേശവും ഞങ്ങളുടെ രാഷ്ട്രവും ലോകരാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന COVID-19 എന്ന രോഗബാധിതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനയോടും ഭീതിയോടും കൂടി ജനം കഴിയുമ്പോൾ നാഥ, വിടുതലുടെ ദൈവം ഇടപെടണമേ. എത്രയും വേഗം നാഥ ശരിയായൊരു വാക്സിൻ കണ്ടെത്തുവാനും അതിലൂടെ ഈ രോഗത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാനും ഉള്ള സാഹചര്യങ്ങൾ നൽകണമേ. അതിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വരണമേ. കുടുംബാംഗങ്ങളായി രോഗം ബാധിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടവരെ ഓർത്ത് ലാഭത്തോടെ കഴിയുന്നവരെ ഓർക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിലും നിലനിൽപ്പാൻ ദൈവികമായ ആലോചന നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പുമുള്ള സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി സ്തോത്രം. ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽക്കാരായി കഴിയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെയും ദൈവം കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രദേശത്തിന്മേൽ ദൈവമേ അങ്ങയുടെ കൃപ പകരണമേ. സഭയുമായി ബന്ധപ്പെട്ട്
വിദേശങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ കാത്ത് അങ്ങയുടെ ദിവ്യമായ സംരക്ഷണ വലയം അവർക്കും നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവെ, ഞങ്ങൾ ദൈവ കൃപയിൽ നിലനിൽപ്പാൻ ദൈവികാലോചനയിൽ മുന്നേറുവാൻ സഹായിക്കണമേ. കൊറോണ ബാധ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലം അനേകർ വേദന അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കർത്താവെ, ഭവനങ്ങളും കൃഷികളും നഷ്ടപ്പെട്ടു കഴിയുന്ന ആളുകളുണ്ട്. എല്ലാം ദൈവം കാണുന്നുവല്ലോ. പ്രകൃതിയുടെ നിയന്ത്രിതാവായ ദൈവമേ, മനുഷ്യൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം അങ്ങയുടെ മക്കളോട് ഇടപെടുകയും പ്രകൃതിയെ അങ്ങ് നിയന്ത്രിക്കുകയും ചെയ്യണമേ. മാരകമായ രോഗബാധിതരായി കഴിയുന്നവർ, കർത്താവെ, അപകടങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്നവരെ കർത്താവിൻ്റെ ദിവ്യമായ കരങ്ങളിൽ താങ്ങണമേ. ഈ നാളുകളിൽ ജനം കൂടുതൽ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിന് മഹത്വം ദർശിപ്പാനും ഇവിടെ നൽകണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യുദ്ധ ഭീഷണികളുടെ മധ്യത്തിലായിരിക്കുന്നു. കർത്താവ്, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയല്ല, സമാധാനത്തിലും സ്നേഹത്തിലും വർത്തിപ്പാനുള്ള ഒരു സാഹചര്യം നൽകണമേ. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ആലോചനകളിലും ചർച്ചകളിലും ദൈവിക പരിപാലനം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് സാക്ഷ്യത്തോടെ പ്രവർത്തിപ്പാൻ ഇട നൽകണമേ. ഇടവകളെ ഓർക്കുന്നു. ഞങ്ങളുടെ മഹായിടവയിലും പല ഇടവകളിലെ അംഗങ്ങൾ രോഗികളായിത്തീരുന്നുണ്ട്. ദൈവമേ, സൗഖ്യത്തിൻ്റെ കരം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരിക്കുക സ്തോത്രം. തുടർന്ന് നാഥ, കൃപയുടെ കരത്തിൽ ഞങ്ങളെ കാക്കണമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കട്ടെ. ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. നിങ്ങളുടെ അടക്കാരോട് ക്ഷമിച്ചത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽപ്പെടാതിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.